ഞാനിവിടെ ഒരു നാരങ്ങാച്ചാറ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി, മുളക്, കടുക് പൊടിച്ചത്, ഇഞ്ചി ചതച്ചത്, ഉലുവ പൊടിച്ചത്, കായം പൊടിച്ചത്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇത്രയും ചേരുവകൾ ചേർത്താണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം നാരങ്ങ മുറിച്ചെടുക്കാൻ പോവുകയാണ്. 4 മുറിക്കുന്നു. നാരങ്ങയിൽ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം. എങ്കിലാണ് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് കക്കണമെങ്കിൽ ഉപ്പ് നന്നായിട്ട് വേണം. ഒരു 3 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് വേണം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കണം. അത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ബാക്കി എല്ലാ ചേരുവകളും ചേർക്കണം. ഞാൻ അച്ചാറ് തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. ഇനി ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വെട്ടമില്ല. നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിൽ കുറച്ച് പച്ചമുളക് ഇടുക. പച്ചമുളക് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ 2 വറ്റൽമുളക് ഇടുകയാണ്. അതിന് ശേഷം 2-3 പച്ചമുളക്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി. വെളുത്തുള്ളി ചെറുതായിട്ട് നിറം മാറി തുടങ്ങി. ഇനി അതിനകത്ത് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇടുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് കടുക് പൊടിച്ച് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഉലുവ പൊടിച്ചത്. ഇതിന് ശേഷം കുറച്ച് മുളക് പൊടി. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ശേഷം കായം പൊടിച്ചത്. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ്. ഇത് നന്നായിട്ട് ആ പച്ച ഇതൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം.
അതിന് ശേഷം അതിൽ മാങ്ങ ഇട്ട് കൊടുക്കണം, നാരങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ അച്ചാറ് റെഡി. ഈ അച്ചാറ് എത്ര നാളിരുന്നാലും കേടാവുകയോ പൂക്കുകയോ ചെയ്യില്ല. അതുപോലെ ചേരുവകൾ ചേർത്താണ് ഞാനിവിടെ ഒരു 4